കൂടെ പറഞ്ഞതായ ദൈവശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കണേ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഇത് നോക്കുക, ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു. പിന്നെ അവൻ അത്ഭുത മന്ത്രി അത്രേ. പിന്നെ നോക്കുക, ഈ ശിശുവില്ലേ, ഇന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാലിത്തൊഴുത്തിൽ പറഞ്ഞ ശിശുവില്ലേ, ഇവൻ ആരാണ്? ഇവൻ വീരനാം ദൈവമത്രേ. ഹല്ലേലൂയ! യേശു ക്രിസ്തു വീരനായ ദൈവമാണ്. അതുകൊണ്ട് യേശുവിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയും. ഹല്ലേലൂയ! അതുപോലെ തന്നെ അവൻ വീരനായ ദൈവമാണ്. 1-2 കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, വായിച്ചാട്ടെ. അവൻ നിത്യപിതാവാണ്, അവൻ സമാധാന പ്രഭുവാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഒരു ശിശു ലോകത്തിന് വേണ്ടി, മാനവകുലത്തിന്റെ ശാശ്വത ശാന്തിക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സമാധാനത്തിന്റെ പ്രഭുവായ രാജാവായവനെ, ഹല്ലേലൂയ, അവൻ വീരനാം ദൈവമത്രേ. വീരനായ ദൈവം വേറെ ഒരുവനുണ്ടോ? ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ഒരൊറ്റ ദൈവമല്ലേ ഉള്ളൂ. ഹല്ലേലൂയ! മനുഷ്യനെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, ചന്ദ്രനെയും നക്ഷത്രാദികളെയും സൂര്യനെയും എല്ലാം വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഹല്ലേലൂയ! ഈ ദൈവം ആരായി തീർന്നു? പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ഹല്ലേലൂയ! ആ വചനം ദൈവമായിരുന്നു. ഇനി 14-ാമത്തെ വാക്യം നിങ്ങൾ പിന്നീട് പോയി വായിച്ചു നോക്കുക. അവിടെ എന്ത് പറഞ്ഞെന്നറിയാമോ? ഈ വചനമില്ലേ, ഈ വചനം ആദിയിൽ ഉണ്ടായിരുന്ന ഈ വചനം ദൈവമായിരുന്നു. ഈ ദൈവമില്ലേ, ഈ വചനമില്ലേ, ഈ വചനം തന്റെ ജഡരൂപമെടുത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ഓ ഹല്ലേലൂയ! ഈ വചനം, ഈ ദൈവം മനുഷ്യനായി അവതരിച്ചു. ഹല്ലേലൂയ! മനസ്സിലായോ? യേശു ക്രിസ്തുവിനെ ചുമ്മാ നമുക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് കർത്താവേ തരണമെന്ന് പറയുന്നതിനേക്കാളും അപ്പുറത്തായി യേശു ദൈവമാണ്. ഈ ദൈവത്തിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ആമേൻ നമ്മൾ തീമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഒരു സുപ്രധാന കാര്യം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1 തീമോഥെയോസ് 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ഈ ദൈവം ആരാണെന്ന് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവാണ്, കർത്താവാണ്.